الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അവൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും കഠിനമായ പരിശ്രമം ചെയ്യണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 1-2 ഖുതുബകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് ജീവിതത്തിലുടനീളം അവൻ്റെ ജീവിതത്തിൻ്റെ ധന്യമാക്കാൻ ഉപകരിക്കുന്ന മാതൃകകളുണ്ട്. ആ ജീവിതത്തെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നതോടെ നമ്മളൊരു പ്രവാചക സ്നേഹിയായി മാറുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഖതീബ് സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായി ഇസ്ലാമിൻ്റെ അംശങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുവെങ്കിൽ നമ്മളൊരു തികഞ്ഞ പ്രവാചക സ്നേഹിയാണ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അതൊന്നുമല്ല സ്നേഹമെന്നും, ആഘോഷം സംഘടിപ്പിച്ചെങ്കിലേ ഒരാൾക്ക് പ്രവാചക സ്നേഹം തെളിയിക്കാൻ പറ്റൂ എന്നും, ആഘോഷത്തിൽ പങ്കെടുക്കാത്തവർക്കൊന്നും പ്രവാചക സ്നേഹം ഇല്ലെന്നും, അവരും ഇബ്ലീസുകളും മാത്രമാണ് ലോകത്ത് നബിദിനത്തിൻ്റെ അന്ന് വിഷമിച്ചിരിക്കുന്നത് എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശരിയായ പ്രവാചക സ്നേഹത്തിൻ്റെ അധ്യാപനങ്ങൾ നാം പഠിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന വിഷയത്തിൽ ഒരു മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനേ പാടില്ല. ഒരു മനുഷ്യൻ പൂർണ്ണമായൊരു നല്ല ഒരു മുഅ്മിനായി മാറണമെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ വിശ്വാസി ആവില്ല ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 15-ാമത്തെ ഹദീസ്.
സ്വന്തം മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഒരാൾക്ക് പൂർണ്ണമായ വിശ്വാസിയാകാൻ കഴിയില്ല. മുഅ്മിനാണോ തികഞ്ഞ പ്രവാചക സ്നേഹിയായി മാറണം. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തു ആല ഇമ്രാനിൻ്റെ 31-ാമത്തെ ആയത്തിൽ കുൽ നബിയെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റണം. പ്രവാചകനായ എന്നെ പിൻപറ്റുക എന്നതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാനുള്ള വഴി. എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങളെ അള്ളാഹു സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, ആ പ്രവാചകനെ പിൻപറ്റി സ്നേഹിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. റസൂല് പുറത്തു തരുന്നല്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ആരാണവൻ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, കാരുണ്യവാനായ റബ്ബാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വഹാബത്ത് ഇതെല്ലാം പഠിച്ചു മനസ്സിലാക്കി, ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് മനസ്സിലാക്കി, നബിനെ സ്നേഹിക്കാൻ അവർ വിശുദ്ധ വചനങ്ങൾ മനസ്സിലാക്കി, ഇത്തിബാഅ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അവർ പ്രവാചകന്റെ അതേ മാതൃക 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്നവരും അല്ലാത്തവരുമായ സ്വഹാബത്ത് നബിനെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, തൻ്റെ എല്ലാം നൽകിക്കൊണ്ട് അവർ സ്നേഹിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാർ, അവരോളം സ്നേഹം നമുക്കുണ്ടോ? ആ ഭാര്യമാര് നബിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയായിരുന്നു. നബി തങ്ങളുടെ കാലം കഴിഞ്ഞ 4 ഖലീഫമാർ ഇസ്ലാമിക ഭരണം ഏറ്റെടുത്തു. ആ കാലഘട്ടത്തിൽ ആഘോഷമില്ല, നബിദിന റാലികളില്ല, ദഫ്മുട്ടുകളില്ല, ഒട്ടകപ്പുറത്തെ യാത്രകളില്ല. സഹോദരങ്ങളെ, നിങ്ങൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഇത്തരത്തിൽ ഒരാഘോഷം നടത്തിയിട്ടില്ല, നടത്താനുള്ള ഒരു ഒറ്റ പേജ് എഴുതി വച്ചിട്ടില്ല. നമ്മളൊക്കെ മദ്ഹബിന്റെ ആൾക്കാരാന്ന് ഇങ്ങനെ പറയും. മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾക്ക് പരിചയമില്ല. 6 സുപ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാരുണ്ടല്ലോ, സിഹാഹു സിത്ത, അവർക്കറിയില്ല അങ്ങനെ ഒരു സംഭവം എന്താണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എവിടെ നിന്നാണ് ഇത് നമ്മിലേക്ക് കയറി വന്നത്? ആരാണ് ഇത് തുടക്കം കുറിച്ചത്? എവിടെ നിന്നാണ് ഇത് വന്നത്? പഠിക്കണം, ശരിക്കും നമ്മളൊന്ന് അറിയണം. ആരോടുമുള്ള ആരെങ്കിലെയും തോൽപ്പിക്കാനോ എതിർക്കാനോ വേണ്ടിയല്ല. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, തെറ്റിദ്ധാരണകൾ നീങ്ങണം. നമുക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ സ്നേഹവും മഹബത്തും ഉണ്ടാകണം. ഈ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുന്ന അവസ്ഥ വരാതിരിക്കാൻ വിഷയങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് സ്വഹാബത്താരും ഇത്രയേറെ സ്നേഹിച്ചപ്പോഴും ഒരൊറ്റ വർഷത്തിലും ഒരു ഈത്തപ്പഴം കൊടുത്തൊരു റാലി നടത്തിയില്ല, ഒരാഘോഷ പരിപാടി നടത്തിയില്ല, ഒരു മൗലിദ് സദസ്സ് നടത്തിയില്ല? കാരണം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇത്തരം ഒരു സ്നേഹപ്രകടന പരിപാടിയില്ല. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പൂർത്തിയാക്കി ദീന് പൂർത്തി പഠിപ്പിച്ചു കൊടുത്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ മതം ഇതാ നിങ്ങൾക്കിപ്പോൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിറങ്ങി, പൂർത്തിയാക്കി തന്നു. ഇതിൽ ഇനി അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ഇനി പഠിപ്പിക്കാനില്ല എന്ന വിധേന ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഒക്കെ പറയാണ്, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ലാ യകൂനുൽ യൗമു ദീനാ. അന്നേ ദിവസം ദീനായിട്ടുള്ളതേ നമുക്ക് ദീനായി പറയാൻ പറ്റൂ. അന്ന് ദീനിലില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ദീനാണെന്ന് പറയാൻ പറ്റൂല. ആ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് പഠിപ്പിച്ചെന്നൊരു ദീനുണ്ടല്ലോ, അതാണ് ദീന്. പിന്നെ അതിന് ശേഷം ഓരോരുത്തരുണ്ടാക്കിയാൽ അതിനെ ദീനെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ഇസ്ലാമിന്റെ മതത്തിനകത്ത് ഇല്ലാത്ത ഒരു ആചാരം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്ന് ചെയ്യാൻ തുടങ്ങിയാൽ യറാഹാ ഹസനതൻ, അത് നല്ലതല്ലേ എന്ന് അവൻ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. അത് നല്ല കാര്യമല്ലേ,
ശരിയാണ്, അങ്ങനൊന്നും സഹാബികൾ ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമികളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഒരു നല്ലതല്ലേ എന്ന തോന്നൽ വന്നാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രവാചകത്വത്തിന്റെ റിസാലത്തിൽ നബി വഞ്ചന കാണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പുതുതായി നമ്മൾ എന്തെങ്കിലും തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാ മനസ്സിലാക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എൻ്റെ കാലശേഷം ആരെങ്കിലും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പുതിയ ആരാധനാ കർമ്മം കൊണ്ടുവന്നാൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കൽപ്പനയില്ലാതെ നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്, എടുക്കാൻ പറ്റൂല. എത്ര ഭൂരിഭാഗം ചെയ്താലും, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ചെയ്യുന്ന കണ്ടാലും ഇസ്ലാമിലില്ലാത്തതെന്ന് കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ്. എന്താ കുഴപ്പം? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തായി ഉണ്ടാക്കിയതെല്ലാം നാശങ്ങളാണ്, നാശങ്ങളായ ആ പ്രവർത്തനങ്ങൾ നരകത്തിലേക്കാണ് എത്തുന്നത് എന്ന് മാത്രമല്ല, ഉലമാക്കന്മാർ പറയാണ്, ഈ ജന്മദിനാഘോഷം നമ്മുടെ മക്കൾക്കിടയിലുണ്ട്. ഭാര്യമാരെ കുടുംബത്തിലൊക്കെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ പോലും ജന്മദിനം ആഘോഷിക്കുന്ന സമ്പ്രദായമുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചോ, ഈ സമ്പ്രദായം വന്നത് എവിടെ നിന്നാണ്? മിനൽ യഹൂദി വന്നസാറ. ഇത് നമ്മളതല്ല, യഹൂദികളുടേതാണ്, നസാറാക്കളുടേതാണ്. യഹൂദികളുടേതാണ്, നസാറാക്കളുടേതാണ്. അവിടുന്നാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. നമ്മളോട് എന്താ നബി പറഞ്ഞു അറിയോ? നിങ്ങൾ എതിര് പ്രവർത്തിക്കണം ചിലർക്ക്. ആരാണവർ? ഖാലിഫുൽ യഹൂദ വന്നസാറ. യഹൂദികൾക്കും നസാറാക്കൾക്കും നിങ്ങൾ എതിരാകണം. അവരുടെ നബിൻ്റെ ജന്മദിനാഘോഷം കെങ്കേമമായി അവർ ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് അതിനെ കവച്ചു വെക്കാൻ നമ്മുടെ ഉമ്മത്തിലുമല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലിസയാക്കി പറഞ്ഞ 2 പെരുന്നാളുകൾക്ക് അലങ്കരിക്കാത്ത പള്ളികൾ റബീഉൽ അവ്വൽ 1 മുതൽ അലങ്കരിച്ചു. പള്ളി പരിശുദ്ധ കുറവുണ്ടോളതല്ല, അതിനൊരു സമയം റബീഉൽ അവ്വൽ തീരുമാനിച്ചു. വീടുകൾ അലങ്കരിച്ചു. ഇനി എത്രത്തോളം ബാംഗ്ലൂരിലൊക്കെ ഉണ്ടായ റാലിയിൽ ഉണ്ണിയേശുവിന് പകരമായി ഉണ്ണി മുഹമ്മദിനെ ഇരുത്തി റാലി നടത്തി. ഇതൊക്കെ വെറുതെ ഒരു പ്രസംഗത്തിൻ്റെ പ്രൗഢിക്ക് വേണ്ടി കുറഞ്ഞ കുത്തിവെക്കുന്ന വാക്കുകളല്ല, ചരിത്രത്തിലുണ്ട്. ഇത് പതുക്കെ അവരുടെ മാർഗത്തെ അപ്പടി പിൻപറ്റുകയല്ലേ എന്ന് തോന്നിപ്പോകും. അവർ അവരുടെ പ്രവാചകനെ അമിതമായി പ്രശംസിച്ച് ദൈവത്തിൻ്റെ പുത്രനാണ്, സാക്ഷാൽ യഹോവ എന്ന ദൈവമാണെന്നവർ വാദിച്ചു. ഇത് അങ്ങോട്ടല്ലേ പോണത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊക്കെയാണ് നമ്മളോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവരുടെ ചര്യകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നൊരു ടീമായി മാറരുത്. ലതത്തബിഉന്ന സനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. അതേ ഒരു കാലഘട്ടം വരികയാണ്. ആ കാലഘട്ടത്തിൽ ഈ യഹൂദി നസാറാക്കളുടെ ചര്യകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു കാലം വരും. അങ്ങനത്തെ അവസ്ഥ വരും, സൂക്ഷിക്കണം നിങ്ങളെന്ന് സ്വഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം മാതൃകയുള്ള മനുഷ്യരെന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഉത്തമരായ 3 നൂറ്റാണ്ട് അവർക്കറിയില്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അബൂബക്കർ റളിയല്ലാഹു അറിയില്ല, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അറിയില്ല, മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കറിയില്ല. ആദ്യത്തെ 3 തലമുറയെ പറ്റി പറയാണ്. അവർ ഖൈറുന്നാസ്, ഏറ്റവും ഉത്തമരായ നല്ല മനുഷ്യരാണ്.
അവർ ചെയ്യാത്ത, അവർ തുടങ്ങാത്ത ഒരു ചര്യനെ എങ്ങനെയാണ് ഒരു മഹലിൻ്റെ കീഴിൽ ഇതാണ് ദീനെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുക? പണ്ടൊക്കെ ഒരു ദിവസമായിരുന്നു റോഡ് ബ്ലോക്ക് ആയിരുന്നതെങ്കിൽ ഇപ്പോൾ വിളംബര റാലികൾ മുതൽ പല വഴികളിലും നടു റോട്ടിലൂടെ ആളുകൾ ഇറങ്ങിക്കൊണ്ട് നബിദിന റാലികളുടെ പേര് പറഞ്ഞുകൊണ്ട് വഴി തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ ഒരു ദീനിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുമ്പോൾ എവിടെ നിന്നാണ് ഇത് വന്നത്? ഞാൻ പറയുന്നു, നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഇത്തരം ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഫാത്തിമിയാക്കൾ എന്ന് വിശേഷിപ്പിച്ച ഷിയാക്കളിലെ തീവ്രവാദികൾ കൊണ്ടുവന്നൊരാശയമാണ്. വായിച്ചോ, നിങ്ങൾ പഠിച്ചോ. ഷിയാക്കൾ എന്ത് ചെയ്തു എന്നറിയോ? 5 മൗലൂദ് ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേരിൽ, മഹദി ഫാത്തിമ ബീവിന്റെ പേരിൽ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരുടെ പേരിലൊക്കെ മൗലിദുണ്ടാക്കി. അങ്ങനെ പതുക്കെ തുടങ്ങി. പിന്നെ മലിക്കുൽ മുദഫർ തുടങ്ങി. അങ്ങനെ കയറി വന്നു. ആ ഷിയാക്കൾ ആരാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ വ്യഭിചാരിണിയാണെന്ന് പ്രഖ്യാപിച്ചവരാണ് ഷിയകൾ. നഊദു ബില്ലാഹ്. ആദ്യത്തെ 3 ഖലീഫമാർ അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവർ ആരാണെന്നറിയുമോ? ഇവർ ആരാണെന്ന് ചോദിച്ചാൽ ഇവർ നരകത്തിലെ വിറകുകളാണ്. നഊദു ബില്ലാഹ്. ഷിയാക്കൾ പറഞ്ഞു. ആ ഷിയാക്കളുടെ വാദം എങ്ങനെയാണ് മുസ്ലിമെ നമുക്ക് കൊണ്ടടക്കാൻ പറ്റുന്നത്? ഹജറുൽ അസ്വദിന്റെ പോരിശ മനസ്സിലാക്കി ഹജറുൽ അസ്വദ് വരെ എടുത്തുകൊണ്ട് മോഷ്ടിച്ചു പോയ സംഘമാണ്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ ഷിയാക്കൾ. അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇത് തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചര്യക്ക് ചില കേടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നബി സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതിരുകവിച്ചിലാണ്. അതിരുവിട്ട പ്രയോഗങ്ങൾ, അതിരുവിട്ട പ്രവർത്തനങ്ങൾ, അത് മൗലിദിലാവട്ടെ മറ്റു പലതിലുമായാലും പ്രവാചകനെ കുറിച്ച് പ്രശംസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്ക്. ക്രിസ്ത്യാനികളെ ഈസാ നബിനെ പ്രശംസിച്ച് അതിരുവിട്ട പോലെ നിങ്ങൾ എന്നെ കുറിച്ച് അമിതമായ പ്രശംസകൾ ഉണ്ടാക്കരുത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ ഒരിക്കലും നിങ്ങൾ അതിര് കടക്കുന്നത് ചെയ്യരുത്, സൂക്ഷിക്കണം കേട്ടോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അതിര് വിട്ടു പോകരുത്. ഇത് സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിരുവിട്ട് നബിനെ മദ്ഹ് പറയുകയാണെന്ന പേര് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത മൗലിദുകൾ നിങ്ങൾ വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഷറഫല്ലന, മങ്കൂസ്, ബുർദ, ബർസഞ്ചി, ഏത് മൗലിദും നിങ്ങൾ എടുത്തു വായിച്ചോ, 5 ഇസ്ലാമിനൊന്നിരക്കാത്ത വികലമായ വിശ്വാസങ്ങൾ അതിലുണ്ട്. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആ ഗ്രന്ഥത്തിലുണ്ട്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുക എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് മൗലിദ് എടുത്തു? 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുറത്തിറങ്ങി. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറബിയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലായിട്ടില്ല. 5, പ്രവാചകന്റെ പേരിൽ കള്ളക്കഥകൾ മൗലിദിന്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര ധൈര്യസമേതത് എങ്ങനെ പറയുന്നത്? വായിച്ചതുകൊണ്ട്. തുറന്നു വെച്ച് വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു നബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് എഴുതി വെച്ചു. നിങ്ങൾ വായിച്ചു നോക്കാം. മങ്കൂസ് മൗലിദിൽ കൊടുത്തിരിക്കുകയാണ്, യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖൈബ് മഖ്സദി. നേതാക്കളിൽ നേതാവായ നബിയെ, എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൽ നിങ്ങൾ തടസ്സമാകരുത്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരണം നബിയെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എൻ്റെ മുറാദ് ഹാസിലാക്കി തരണേ എന്നാണ്. ഇത് നേരെ തിരിച്ചടിച്ചു. പ്രശംസിക്കുകയാണെന്ന പേരിൽ ശറഫല്ലന മൗലിദിൽ കൊടുത്ത വരി വായിച്ചോ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ. നബിയേ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു.
അങ്ങിന്റെ ഔദാര്യം കൊണ്ട് ഗഫീറായ പാപം പൊറുക്കുന്നവരായ നബിയേ, അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. അടിമയാണ് ഞാൻ. ആരുടെ അടിമ? താങ്കളുടെ അടിമയാണ് ഞാൻ. ഓരോന്നും വായിച്ചൊക്കെ ബുർദ ചൊല്ലിക്കൊണ്ടിരിക്കുക, നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ഇങ്ങനെ നല്ല ഹോളിവുഡ് സെറ്റപ്പോട് കൂടെ ബുർദ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ ആ കേൾക്കുന്ന അറബി എന്താണെന്ന് മനസ്സിലായോ? യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹലൂലിൽ ഹാദിസിൽ അമീമി. അല്ലയോ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ട നബിയേ, എനിക്ക് എന്തെങ്കിലും വിപത്തുക്കളും പ്രയാസങ്ങളും വരുമ്പോ സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ വേറെ ഒരാളില്ല. ഇതാണ് മൗലിദ്. ഇത് ചൊല്ലാൻ പൈസ കൊടുത്തു, ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ഇത് ചൊല്ലാൻ വേണ്ടി കുപ്പായിട്ട് നടക്കുന്ന മനുഷ്യർ എന്തു വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. ഒരിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ അർത്ഥം വെച്ച് പഠിപ്പിക്കുന്ന ഒരു സദസ്സുണ്ട്, ഒരൊറ്റ സദസ്സ് അർത്ഥം പഠിപ്പിക്കില്ല. പഠിച്ചാൽ ആളുകൾ വന്നിരിക്കില്ല. മങ്കുസമൂലിതിൽ കാണാം, അൻത മുൻജീന മിനൽ ഹിറഖി മിൻ ലഹീബിൻ നാരി വല്ലജിജി. നബിയേ, നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങളാണ് ഞങ്ങളെ രക്ഷിക്കുന്നത് നബിയേ. ഫാത്തിമ ബീവിനോട് നബി പറയാണ്, ഫാത്തിമ, ആളിക്കത്തുന്ന നരകം മുമ്പിൽ വന്നാൽ ഞാൻ ബാപ്പയാണെന്നൊന്നും നീ തോന്നിപ്പോകരുത്. മോളെ, നീ നിന്റെ നരകത്തെ തൊട്ടി രക്ഷപ്പെടുത്താൻ നീ തന്നെ പണിയെടുക്കണം. ഞാനിത് ആദ്യം പറഞ്ഞത്, ഇത് ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിന് യോജിക്കാത്ത പലതുമുണ്ട് എന്ന് മാത്രമല്ല, ഈ സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നബിദിനാഘോഷം നടത്താൻ ഞങ്ങൾക്ക് ന്യായമുണ്ട്. എന്താ ന്യായം? ഫ്രാൻസിലുണ്ട്, ജപ്പാനിലുണ്ട്, കൊറിയയിലുണ്ട്, UAE-യിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി ലോകത്ത് എല്ലായിടത്തും ഉണ്ട് തന്നെ വിചാരിച്ചു. ഇസ്ലാമിന്റെ പ്രമാണ രേഖകളിൽ, ദീൻ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഒന്നില്ലെങ്കിൽ അവിടെ 5 നേര നിസ്കാരത്തിന് പകരം 10 നേര നിസ്കാരം ഉണ്ടെന്ന് വിചാരിച്ചോളി. നമുക്ക് പറ്റുമോ? ഇവിടെ ആരൊക്കെ ചെയ്യുന്നു, ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ രാജ്യക്കാർ ചെയ്യുന്നു, ഏതൊക്കെ പണ്ഡിതന്മാർ ചെയ്യുന്നു, അതൊരു ന്യായമല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിന്റെ പ്രമാണ രേഖയാണ് പരിശോധിക്കേണ്ടത്. വേറെ ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ പ്രവാചകനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഓർക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഓർക്കുന്നത് നല്ലതാണ്. ഓർക്കാൻ ഏറ്റവും നല്ലത് ഖുർആനാണ്. ആ ഖുർആനിലുടനീളം പ്രവാചകനെ പ്രശംസിക്കുന്ന, പ്രവാചകനെ പറ്റി പഠിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. മാത്രല്ല, നമ്മൾ ഓർക്കേണ്ടത് 24 മണിക്കൂറാണ്. കൊല്ലത്തിലോ ഏതോ ഒരു ദിവസത്തിലോ ലഡും പായസം കൊടുത്തുണ്ടാവുന്ന ഓർമ്മ പോരെ നമുക്ക്. നമ്മളെപ്പോഴും ഓർക്കണം. ഓരോ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ആ സുന്നത്തിലേക്ക് പോകണം. പിന്നെ ചിലരൊക്കെ പറഞ്ഞു, സംഭവം ശരിയാണ്, നബിന്റെ കാലത്തില്ല, അത് സ്വഹാബത്തിന്റെ കാലത്തില്ല. പക്ഷേ ഇപ്പോൾ നബിന്റെ കാലത്ത് ഇങ്ങനെ പള്ളിയുണ്ടോ, അങ്ങനെ യേശുക്കെട്ട് പള്ളി കുത്തുമാർത്തിയിട്ടുണ്ടോ, നബി തങ്ങൾ കാറിൽ പോയിട്ടുണ്ടോ? ആളുകൾ ചോദിക്കുന്ന ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ദീനിയായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം, മദ്രസ ഉണ്ടാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഖുർആൻ എഴുതി പ്രിന്റ് ചെയ്ത് കോപ്പി എടുക്കാം. അസ്ലുണ്ട്. എന്നാൽ ജന്മദിനാഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും റബീഉൽ അവ്വൽ ഒരു ഈത്തപ്പഴം കൊടുത്ത അസ്ലുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഗംഭീരമായി മുന്നിലുണ്ടാവും. എന്തുകൊണ്ടെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല, ഏത് ബിദ്അത്ത് ഉണ്ടാക്കിയാലും വഴികേടാണ്. വനറഅഹന്നാസു ഹസനതൻ, ജനങ്ങളെല്ലാവരും അത് നല്ലതാണെന്ന് കണ്ടാൽ പോലും അത് നാശമാണ്. അത്ര വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നു. അസ്ലിയായി അടിത്തറയില്ലെങ്കിൽ ഇമാം ഫാഖഹാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ലാ അഅലമു, ഞാൻ ഒരുപാട് ഹദീസ് ഗ്രന്ഥം വായിച്ചു, ഞാൻ ഒരുപാട് മദ്ഹബിന്റെ കിതാബ് വായിച്ചു. ഇമാം ഫാഖഹാനി പറയാണ്, ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു. ലാ അഅലമു, എനിക്കറിയുന്നില്ല, ലിഹാദൽ മൗലിദി, ഈ ജന്മദിനാഘോഷത്തിന് അസ്ലൻ, ഒരു അടിസ്ഥാനവും, ഫീ കിതാബിൻ, അല്ലാഹുവിന്റെ കിതാബിലോ, വലാ സുന്നത്തിൻ, ഏതെങ്കിലും സുന്നത്തിന്റെ പ്രമാണങ്ങളിലോ, വലാ യുൻഖലു അമലുഹു മിൻ അഹദിൻ മിൻ ഉലമാഇൽ അഇമ്മ, മുൻപ് കടന്നു വന്ന ഏതെങ്കിലും ഒരു ആലിമീങ്ങളുടെ കാലത്തോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ
ഹിജ്റ 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആരൊക്കെയോ കൊണ്ടുവന്ന ഒരു ചടങ്ങ്, അത് ഇന്ന് വലിയ തോതിൽ ആഘോഷമാക്കുകയും നല്ല അറബ് സ്റ്റൈൽ ഡാൻസ്, ചിലയിടങ്ങളിൽ തെക്കൻ ജില്ലകളിൽ DJ പാർട്ടി, എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരെ രംഗത്ത് വരാൻ തുടങ്ങി. ഇതെന്ത് പേക്കൂത്ത നടക്കുന്നത്, സ്ത്രീകളടക്കം റാലി, എന്നിട്ട് ഇതൊക്കെ പ്രവാചക സ്നേഹമാണ്. ഇത് ചെയ്യാത്തവർ പിഴച്ചവരാണ്, അവർക്ക് നബിനോട് സ്നേഹമില്ലാത്തവരാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ, പ്രസ്ഥാനികമല്ല, ഇതൊരു അസ്ലിയായ മതപരമായ വിഷയം. പഠിച്ച് ചോദിച്ച് തികഞ്ഞ ബോധ്യത്തോടെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെറുതെ തർക്കിക്കാനും ആരോടെങ്കിലും ദേഷ്യം തീർക്കാനും ഒന്നുമല്ല. ഇതൊരു സത്യമല്ലേ എന്ന് തികഞ്ഞ ബോധ്യത്തോടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹക്ക് ജനങ്ങളിലേക്ക് പറയാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള കരുത്തും പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ പടച്ച റബ്ബിൻ്റെ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നല്ല മുഅഹിദീങ്ങളിൽ മുസ്ലിഹീങ്ങളിൽ ഓരോരുത്തരും പെടാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത്, പ്രവാചകൻ്റെ സ്നേഹം എന്നുള്ളത് കേവലം ഒരു ദിവസത്തെ ചില ചടങ്ങ് ആഘോഷങ്ങളല്ല എന്നും അതെന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു മതപരമായ വാജിബായ കാര്യമാണ് എന്നുമാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം നോമ്പ് നോറ്റു. വളരെ വ്യക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുണ്യപ്രവാചകന്റെ ചരിത്രത്തിലെ ഒരു തിങ്കളാഴ്ച നോമ്പ് നോറ്റതായി കണ്ടു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾ എന്തായി മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്തൊരു സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ച നോൽക്കുന്നത് എന്തേ നബിയെ? പ്രവാചകന്റെ മറുപടി, ഇദാക യൗം, ആ ദിവസമാണ്, ഫീഹി വുലിത്തു, ഞാൻ ജനിച്ചതൊരു തിങ്കളാഴ്ച ദിവസമാണ്. നമുക്കൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. എല്ലാ തിങ്കളും പ്രവാചകൻ നോമ്പെടുത്തു എന്നുള്ളത് നമുക്കും സുന്നത്താക്ക പറഞ്ഞ കാര്യമാണ്. എങ്കിൽ ഈ വർഷം നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12-നാണ് നബി തങ്ങൾ ജനിച്ചത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരി, അവിടെ കിടക്കട്ടെ. ഇനി ആണെങ്കിൽ തന്നെയും അത് വന്നിരിക്കുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് മഹല്ലിൽ നിന്നൊരു അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രാവശ്യം ആഘോഷങ്ങളൊന്നുമില്ല, തിങ്കളാഴ്ച ആയതുകൊണ്ട് നമ്മളെല്ലാവരും നബി ജനിച്ച തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് കേൾക്കുമോ? അപ്പൊ എന്താണത് ചെയ്യാത്തത്? സ്നേഹികളാണെങ്കിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഈ തിങ്കൾ ഞങ്ങളെല്ലാവരും ഒരു സുന്നത്ത് നോമ്പെടുക്കുമെന്ന് പ്രഖ്യാപിക്കണം. നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒരു ളുഹാ സമയത്ത് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു റബീഉൽ അവ്വൽ 12-നാണെന്ന് തർക്കമില്ല. ആ ദിവസം എങ്ങനെ സന്തോഷിക്കാൻ ഒരു യഥാർത്ഥ മുസ്ലിമിന് പറ്റും? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ വാർത്ത കേട്ടിട്ട് തരിച്ചുപോയി. മദീനയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ കൊതിച്ചുപോയി. ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. മദീനയിലുണ്ടായിരുന്ന സ്വഹാബത്തിന് പരസ്പരം സംസാരിക്കാൻ കഴിയാതെ നിശബ്ദമായ മദീന. എത്ര ലൈറ്റുകളുണ്ടെങ്കിലും എത്ര കത്തിക്കാവുന്ന വിളക്കുണ്ടെങ്കിലും ഒരു തരം ഇരുട്ടവരുടെ മനസ്സിനെ വേട്ടയാടിയ പ്രവാചകന്റെ മരണം ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാതെ പോകുന്നു. ആ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രവാചകന്മാർ പോലും ലോകത്തുനിന്നും മരണപ്പെട്ടു എന്നും നമ്മളും മരിക്കുമെന്നും അതൊക്കെ തന്നെയാണ്. നമ്മുടെ വെള്ളിയാഴ്ചകളിൽ അറബിയിൽ ഖുത്ബ ഓതുന്ന പള്ളിയിൽ 5 വെള്ളിയാഴ്ച ഖുത്ബ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുസ്തകം ഇന്ന് പോയി നിങ്ങൾ ഖതീബിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ, ഹെഡിങ് മാത്രം വായിച്ചോ, തലക്കെട്ട് വായിച്ചോ. 5 വെള്ളിയാഴ്ച പള്ളിയിലെ ഖുത്ബ നബിന്റെ മരണമാണ് പഠിപ്പിക്കുന്നത്.
ഈമാനുള്ള കാപട്യമില്ലാത്തൊരു ഖതീബാണെങ്കിൽ ആ മിമ്പറിന്ന് താഴെ ഇറങ്ങിയിട്ട് മീലാദുൻ നബി നമുക്ക് പറ്റൂല എന്ന് പറയേണ്ടയാളാണ് ആ മഹല്ലിലെ ഖതീബ്. കാരണം അദ്ദേഹം അത് വായിച്ചു കൊടുത്തത്. നബിൻ്റെ രംഗം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കണ്ണീരണിയിക്കുന്ന പ്രയോഗമാണ് ആ അറബിയിലുള്ള ഖുതുബയിലുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മൾ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ പിന്നെങ്ങനെ ഓണത്തിന് സാരി ഉടുത്ത് ജദ്ബിന്റെ ഹാലളകി റോട്ടിലൂടെ പ്രാന്ത് കളിക്കാൻ നമ്മുടെ ഉമ്മത്തിന് എങ്ങനെ പറ്റുന്നു? കോമാളിത്തരങ്ങളും പേക്കൂത്തുകളും മറ്റു മതസ്ഥന്റെ ആചാരങ്ങളിൽ ആഘോഷങ്ങളിൽ വേഷമിട്ടുണ്ട് ആടി നടക്കാൻ എങ്ങനെയാ മുസ്ലിമെ നമുക്ക് പറ്റുന്നത്? ഈ അടുത്ത് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയിൽ കൃഷ്ണവേഷത്തിൽ ഒരു മുസ്ലിം കുടുംബം, കൃഷ്ണന്റെ വേഷം കെട്ടി ഒരു കുട്ടിയും ആ കുട്ടിയെ പിന്നാലെ അനുനയിക്കാൻ പർദ്ദയിട്ട താത്തയും പോയ വാർത്ത പത്രങ്ങളൊക്കെ കൊടുത്തില്ലേ? ഇതാണോ മതസൗഹാർദ്ദം? ഒരോണം വരുമ്പോ ഇതുവരെ സാരി എടുക്കാത്ത പെൺകുട്ടികളൊക്കെ ഒന്ന് സാരി എടുത്ത് തുള്ളിച്ചാടിയാൽ ഞങ്ങളൊക്കെ നാട്ടിലെ മതേതരവാദികളാണ് എന്നും, ക്രിസ്മസ് വരുമ്പോൾ ഒരു കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഒരു അപ്പൂപ്പന്റെ റോളൊക്കെ കെട്ടി നടന്നാൽ ഇതൊക്കെയാണ് ഒരു മതേതര രാജ്യത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വിചാരിക്കുന്നവരെ ഒന്ന് നമ്മൾ ശരിയാവണ്ണം തിരിച്ചറിഞ്ഞോ? ഇതല്ലയൊന്നും മതത്തിൽ മറ്റൊരു മതത്തിന്റെ ആചാരങ്ങൾ കൊണ്ടുവരലല്ല സൗഹാർദ്ദം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ഖൗമിൻ്റെത് അതിനോട് വിശ്വാസത്തോടെ ആചാരത്തോടെ സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവനാണ്. ആരെങ്കിലും ഇത് പറഞ്ഞാൽ അവൻ വർഗീയവാദിയായി. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചെറിയ പ്രായം മുതലുള്ള മക്കൾക്ക് വരെ ദീനിയായ വിഷയത്തിൽ നല്ല അവബോധം കൊടുക്കേണ്ട ഒരു കാലഘട്ടം. സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് അവസാന കാലഘട്ടം വരുമ്പോൾ കഴുകന്മാരിങ്ങനെ വിശന്നു വലഞ്ഞിരിക്കുമ്പോൾ വേട്ടക്ക് കൊതിക്കുന്നത് പോലെ എൻ്റെ ഉമ്മത്തിനെ ഒന്ന് നശിപ്പിക്കാൻ നാനാ തുറകളിൽ നിന്നും ആളുകൾ കൊത്തി വലിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഉമ്മത്തിനെ. സ്വഹാബത്ത് ചോദിച്ചു, മിൻഖില്ലത്തിൻ നബിയേ, അന്ന് മുസ്ലിം ഉമ്മത്ത് കുറവായിരിക്കുമോ? ആളില്ലാത്തത് കൊണ്ടാണോ നബിയെ? നബിന്റെ മറുപടി ലാ, അതൊന്നുമല്ല. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലിൽ കുമിഞ്ഞുകൂടിയ ചപ്പുചണ്ടി പോലെ കുറേ മുസ്ലിങ്ങൾ ഉണ്ടാകും. എല്ലാവരും ചുള്ളിച്ചാടാനുണ്ടാകും, ഏത് വേഷം കിട്ടും, എന്തും ചെയ്യും, മുസ്ലിം എന്ന പേരുമുണ്ടാകും. മലവെള്ളപ്പാച്ചിലിൽ കുമിഞ്ഞുകൂടുമ്പോൾ കാണുന്ന വേസ്റ്റ് ചപ്പുചണ്ടികൾ പോലെ ഒരുപാട് മനുഷ്യരൊന്നുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരുമ്പോൾ കുറച്ച് മനുഷ്യന്മാരുണ്ടാകും ഒരു നാട്ടിൽ. അവരുടെ പ്രത്യേകത എന്താ? അൽ മുതമസ്സികു യൗമഇദിൻ ബിദീനി. മറ്റൊരു ഹദീസിൽ പറയാ, അന്നേ കാലഘട്ടത്തിൽ ദീന് മുറുകെ പിടിക്കുന്ന കുറച്ചു പേരുണ്ടാകും. അവന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? കൽഖാബിലി അലൽ ജമർ, തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാണ്. ഭയങ്കര പരീക്ഷണം. അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവർക്ക് മാത്രമേ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ ചെറിയ മക്കൾ മദ്രസ തലം മുതൽ ദീനിനെ നമ്മൾ നന്നായിട്ട് അവർക്ക് എന്താണ് ഓരോ മതത്തിൻ്റെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളും കൃത്യമായി പഠിപ്പിക്കും. CRE പോലെയുള്ള സംവിധാനങ്ങളുടെ ആവശ്യം നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പലതും നടക്കും. നമുക്ക് മാറി നിൽക്കേണ്ട പലതുമുണ്ട് എന്ന ബോധം അവരെ പഠിപ്പിക്കണം. മുസ്ലിം മാനേജ്മെന്റുകൾ, മുസ്ലിം സ്ഥാപനങ്ങൾ, മുസ്ലിം രാഷ്ട്രീയ പൗര നേതാക്കന്മാരായ ആളുകൾ അങ്ങേയറ്റം ഗൗരവത്തോടെ ചിന്തിക്കണം. ഈ കുത്തൊഴുക്ക് എവിടേക്കാണ്? ഈ ചപ്പുചണ്ടി കണക്കിന് നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ കെട്ടി ഉയർത്തിയിട്ട് എന്തിനാണ്? ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയാം. അള്ളാഹു നൽകിയ മഹത്തായ നിഅമത്തിനെ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, ശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായി മാറാൻ നമ്മളൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിൻ്റെ സ്വാലിഹീങ്ങളായ വക്താക്കളായി മരിക്കാനും ആ രൂപത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തെയൊക്കെ മാറ്റിയെടുക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാം ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ധാരാളം സഹോദരങ്ങൾ രോഗികളായ ആളുകൾ ഷിഫ ലഭിക്കുന്നതിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു രോഗികൾക്ക് ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പല സഹോദരങ്ങളുടെയും മാതാപിതാക്കൾ വലിയ രോഗപ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ വൃദ്ധരായ മാതാപിതാക്കളുടെ ആ രോഗാവസ്ഥകളിൽ നിന്ന് പൂർണ്ണമായ മോചനം നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ ചങ്ങളായിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മുഹമ്മദ് കുഞ്ഞി സാഹിബ് കഴിഞ്ഞൊരു ദഅവാ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്നതിനിടയിൽ ആക്സിഡൻ്റ് പറ്റി മരണപ്പെടുകയുണ്ടായി. ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്ത് കുടുംബത്തെ മുഴുവൻ ഇസ്ലാമിൻ്റെ നന്മയിലേക്കാക്കാൻ ശ്രമിച്ച നമ്മളെപ്പോലെയുള്ള ഒരു പ്രവർത്തകൻ്റെ മരണം അങ്ങേയറ്റത്തെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇനിയും എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പകരക്കാരൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ സത്യവിശ്വാസികളായി അധ്വാനത്തിൻ്റെ വിയർപ്പ് കണികളുമായി മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവേ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ, നാട്ടിൽ എല്ലാവിധ ഫിത്നകൾ പരക്കുമ്പോഴും സത്യത്തിൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ നിലക്കൊള്ളുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുവേ ഞങ്ങളുടെ കച്ചവടത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.